and welcome to Zodiac Academy. So, ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ അപ്ഡേറ്റുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എന്താണ്? കഴിഞ്ഞ കേരള PSC സ്റ്റാഫ് നഴ്സ് DME എക്സാം 2018 നടന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ ആയിരിക്കും ഇന്ന് നമ്മൾ കാണുക. അതിന് മുന്നേ സോഡിയാക്കിൻ്റെ ഒരു അപ്ഡേറ്റ് പറഞ്ഞുകൊള്ളട്ടെ. ഞങ്ങളുടെ 100 days ബാച്ചിൻ്റെ 4th ബാച്ച് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളെയും സോഡിയാക് അക്കാഡമിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. എത്രയും വേഗം ഓഫീസുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, hemoglobin has maximum affinity for options is carbon monoxide, carbon dioxide, oxygen and NH3. So ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഹീമോഗ്ലോബിന് ഏറ്റവും കൂടുതൽ അഫിനിറ്റി വരിക കാർബൺ മോണോക്സൈഡിനോടാണ്. സോ മറ്റു ഓപ്ഷൻസ് ഉണ്ട്, കാർബൺ ഡയോക്സൈഡും ഓക്സിജനും. ഈ കാർബൺ ഡയോക്സൈഡും ഓക്സിജനും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ അഫിനിറ്റി കൂടുതലാണ് എന്ന് പറയാം. സോ ഈ കാർബൺ മോണോക്സൈഡ് ആണ് നമുക്ക് ഇത്രയും ബ്രൈറ്റ് റെഡ് കളർ ബ്ലഡിന് കൊടുക്കുന്നതിന് കാരണമാകുന്നത്. Question number 32. Heartbeat is initiated by AV node, SA node, Purkinje fiber, bundle of hits. അപ്പോൾ ഇവിടെ നമ്മുടെ ഹാർട്ടും അതിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയെ കുറിച്ചും നിങ്ങൾ അറിയണം. എന്താ നമ്മൾ അറിയേണ്ടുന്നത്? ഹാർട്ട് ബീറ്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? SA നോഡിൽ നിന്നാണ് ഹാർട്ട് ബീറ്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. സൈനോ ഏട്രിയൽ നോഡ് എന്നാണ് പറയുക. അതെവിടെയാണ് കാണുന്നത്? ഹാർട്ടിൻ്റെ റൈറ്റ് ഏട്രിയത്തിലാണ് കാണുക. റൈറ്റ് ഏട്രിയത്തിനും സുപ്പീരിയർ വീനക്കാവയുടെയും അടുത്തായിട്ടാണ് സൈനോ ഏട്രിയൽ നോഡ് കാണുന്നത്. അവിടെ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസസ് AV നോഡിൽ എത്തുന്നു. AV നോഡിൽ നിന്നും ബണ്ടിൽ ഓഫ് ഹിസ് വഴി പർക്കിൻജെ ഫൈബറിലോട്ട് പോകുന്നു. ഇനി ഇവിടെ പ്രധാനമായും ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം, എത്രയാണ് ഇവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസസ് എന്നുള്ളതാണ്. സോ SA നോഡ് ക്രിയേറ്റ് ചെയ്യുന്നത് 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. AV നോഡ് ആണെങ്കിലോ 40 to 60 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. എന്നാൽ പർക്കിൻജെ ഫൈബർ വരുമ്പോൾ 20 to 40 ആണ് ജനറേറ്റ് ചെയ്യുന്ന ഇമ്പൾസസ്. ഓർക്കുക, SA നോഡിനോ AV നോഡിനോ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ, ഹാർട്ടിന് എന്തെങ്കിലും ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ SA നോഡ് വർക്ക് ആവുന്നില്ല, ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ ആ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുക പർക്കിൻജെ ഫൈബേഴ്സ് ആണ്. അപ്പോൾ പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്നും നമ്മൾ SA നോഡിനെ വിളിക്കാറുണ്ട്. ഇതും നിങ്ങൾ അറിയുക. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂറോ ട്രാൻസ്മിറ്റർ ബിറ്റ്വീൻ ന്യൂറോൺസ് ആൻഡ് മസിൽസ്. ന്യൂറോൺസിനും മസിൽസിനും ഇടയ്ക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സെറാട്ടോണിൻ, അസറ്റൈൽ കോളിൻ, ഡോപ്പമൈൻ, എൻഡോർഫിൻസ്. അപ്പോൾ ഏതായിരിക്കും ആ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ? നിങ്ങൾക്ക് അറിയാമായിരിക്കാം, ഡയറക്റ്റ് ചോദ്യമാണ്. അസറ്റൈൽ കോളൈൻ ആണ് ഒരു ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ ഇടയ്ക്ക് റിലീസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ. നമ്മുടെ അൾഷീമേഴ്സ് എന്ന ഡിസീസിൽ കുറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഏത് എന്ന് ചോദിച്ചാലും അത് അസറ്റൈൽ കോളൈൻ ആണ്. ഓരോ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനും ഓരോ അസുഖങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന സിറോട്ടോണിൻ ആണെങ്കിലും ഡോപ്പമൈനെ ആണെങ്കിലും ഓക്സിറ്റോസിനെ നമ്മൾ ലവ് ഹോർമോൺസ് എന്നും അല്ലെങ്കിൽ ഒരു കറക്ഷൻ ഉണ്ട്. സോ സിറോട്ടോണിൻ ആണേലും ഡോപ്പമൈൻ ആണേലും ഓക്സിറ്റോസിൻ ആണേലും നമ്മളെ ഹാപ്പി ഹോർമോൺസ് എന്ന് വിളിക്കാറുണ്ട്. ലവ് ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഓക്സിറ്റോസിൻ ആണ്. അതും നമ്മുടെ മുന്നേ PSCയിൽ ചോദിച്ച ചോദ്യമാണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് കോൺ ആസ് ലവ് ഹോർമോൺ? ഇറ്റ് ഈസ് ഓക്സിറ്റോസിൻ. ദെൻ എൻഡോർഫിൻസ്. നമുക്കൊരു സ്ട്രെസ് ഉണ്ടായാൽ അവിടെ റിലീസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഹോർമോൺ ആണ് എൻഡോർഫിൻസ്. സ്ട്രെസ് മാത്രമല്ല, പെയിൻ നമുക്കുണ്ടായാലും അത് കുറയ്ക്കുന്നതിന് സഹായമാവുന്നത് എൻഡോർഫിൻസ് പ്രസൻസ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമല്ലോ. ഞാൻ ഇൻ ബിറ്റ്വീൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇതിൽ അപ് ടു 30 വരെയുള്ള ചോദ്യങ്ങൾ GK ആണ്. അത് എമിറ്റ് ചെയ്തിട്ടുള്ള ബാക്കി ചോദ്യങ്ങളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുക. അതും കൂടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അടുത്ത ചോദ്യം എന്താണ്? റോഡ്സ് ആൻഡ് കോൺസ് ഓഫ് ദ ഐ റെറ്റിനൽ ലെയർ ആർ മോഡിഫൈഡ്. അപ്പോൾ നമ്മുടെ റെറ്റിനയിൽ കാണുന്ന റോഡ്സും കോൺസും എന്ത് ടൈപ്പ് ഓഫ് ന്യൂറോൺസ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? യൂണിപോളാർ, മൾട്ടിപോളാർ, ബൈപോളാർ ന്യൂറോൺസ് ആൻഡ് നൺ ഓഫ് ദി എബോവ്. അറിയുക,
So rods and cones, they are made up of option B, that is multipolar ന്യൂറോണുകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ റോഡ്സിൽ കാണുന്നത് റോഡ്സ് ആൻഡ് കോൺസ് രണ്ടുപേരും എവിടെയാ കാണുക? റെറ്റിനയിലാണ് കാണുക. എന്തിനാ ഇത് സഹായിക്കുക? ഒരു ഡിം ലൈറ്റിൽ നമ്മളെ വിഷന് സഹായിക്കുന്നത് റോഡ്സും, എന്നാൽ ബ്രൈറ്റ് ലൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കോൺസിൻ്റെയും പ്രസൻസ് കൊണ്ടാണ്. ഓക്കെ, സോ റോഡ് സെൽസ് ആണ് പെരിഫറൽ വിഷന് സഹായിക്കുക. ആൻഡ് കോൺ സെൽസ് എന്തിനു സഹായിക്കുന്നു? കളർ തിരിച്ചറിയുന്ന നമുക്ക് കാണാൻ സഹായിക്കുന്നത് കോൺ സെൽസിന്റെ പ്രസൻസ് ആണ്. അപ്പോൾ ഐയും ഐയുടെ സ്ട്രക്ചറും ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അപ്പോൾ തൽക്കാലം നമ്മൾ ഇത് അറിയുക, മൾട്ടിപോളാർ ന്യൂറോൺസ് ആണ് നമ്മൾ എന്തിനെ സഹായിക്കുക? റോഡ്സ് ആൻഡ് സെൽസിന്റെ റെറ്റിനൽ ലെയറിൽ കാണുന്നത്. നെക്സ്റ്റ് ഈസ് Malpighian bodies is constituted by option A, glomerulus only, glomerulus and efferent vessels, glomerulus and afferent vessels, glomerulus and Bowman's capsule. അപ്പോൾ ഈ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ റീനൽ കോർപ്പസൽസ് എന്ന് നമ്മൾ പറയാറുണ്ട്. അഥവാ Malpighian tubules. ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഈ ബൗമാൻസ് ക്യാപ്സ്യൂളും അതിനോടൊപ്പം കാണുന്ന ഈ ലെയറും കൂടെ ചേർന്നിട്ടാണ്. സോ ഗ്ലോമർലെസ് ആൻഡ് ബൗമാൻസ് ക്യാപ്സ്യൂൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ വരുന്ന കറക്റ്റ് ഉത്തരം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 36. Biological product alpha-1 antitrypsin is used for the treatment of which of the following disease? Cancer, cystic fibrosis, emphysema, phenylketonuria. സോ എന്താണ് ആൽഫ-1 ആന്റിട്രിപ്സിൻ എന്ന് അറിയണം അല്ലേ? അപ്പോൾ എന്താ ആൽഫ-1 ആന്റിട്രിപ്സിൻ? ഇത് ലിവറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ്. ഏത് സാഹചര്യത്തിലാണ് ഇവ കൂടുതലായി കാണുക? ഇത് കൂടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ലങ് ഡിസീസ് വരുന്ന കണ്ടീഷനിലാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ലങ്സിന് ഇൻഫെക്ഷൻ വരികയോ അല്ലെങ്കിൽ നമ്മുടെ ആള് ഒരു ക്രോണിക് സ്മോക്കർ ആണ്, അങ്ങനെയുള്ള കേസസിൽ ലങ് ഇൻഫെക്ഷൻ വരുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഈ ആൽഫ-1 ആന്റിട്രിപ്സിൻ കൂടുതലായി കാണുക. അതപ്പോൾ നമുക്ക് എംഫൈസീമ എന്ന കണ്ടീഷനിലാണ് ഇത് ഒരു ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. Question number 37 is a GK question, so I am omitting the question and moving on. Next is question number 38. The headquarters of Central for Molecular and Cellular Biology is. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പല പബ്ലിക് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട്സും അതിൻ്റെ ആസ്ഥാനം എവിടെയാണ് എന്നുള്ളത് അറിയുക. അപ്പോൾ നിലവിൽ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ എന്തൊക്കെയാണ്? പൂനെ, ഹൈദരാബാദ്, ഡൽഹി ആൻഡ് മുംബൈ അല്ലേ? അപ്പോൾ എന്തായിരിക്കും ഇവിടെ കറക്റ്റായിട്ട് ഉത്തരം വരിക? സെന്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലർ ബയോളജി ഈസ് ഓപ്ഷൻ ബി, ഹൈദരാബാദ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഒന്നും കൂടെ അറിയാം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? ഹൈദരാബാദിൽ തന്നെയാണ്. ഇനി പൂനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പൂനെയിലും നമുക്കൊരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അത് ഏതാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി. ഇനി ഡൽഹിയിലാണ് ICMRന്റെ ഓഫീസ് ഉള്ളത്. മുംബൈയിലും ഇതുപോലെ ഓഫീസ് ഉണ്ട്. സോ മുംബൈയിൽ മാത്രം അങ്ങനെ ഓരോ സ്ഥലങ്ങൾ എടുത്തു നോക്കിയാൽ നമ്മൾ പബ്ലിക് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ച് പഠിക്കേണ്ടുന്നതുണ്ട്. നമ്മുടെ തിയറി ക്ലാസ്സുകളിൽ നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 39. The technique of polymerase chain reaction was developed by option Haxam and Gilbert, Sanger, Francis Crick and Carey Mullis. ഇന്ന് ഇപ്പം നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു കേൾക്കുന്ന വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ് PCR ടെസ്റ്റ് അല്ലെങ്കിൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ടെസ്റ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇതൊരു DNA ആംപ്ലിഫിക്കേഷൻ ടെക്നിക്കാണ്. ഇത് ഡെവലപ്പ് ചെയ്തത് ഓപ്ഷൻ ഡി, കാരിസ് മുള്ളിസ് ആണ്.
ഈ DNA പോളിമറൈസ് ചെയിൻ ആംപ്ലിഫിക്കേഷൻ ടെക്നിക്ക് അല്ലെങ്കിൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, ദെൻ RT-PCR എന്ന ടെക്നിക്കിലെല്ലാം കൂടുതൽ പഠനങ്ങൾ നടത്തി അതിനെക്കുറിച്ച് ആധികാരികമായി പറഞ്ഞത് കാരി മുള്ളിസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ number 40. Which among the following artificial insemination technique is used for improvement of cattle population? So cattle population de IVF ne nammal use cheyuna koodal method ennu parayunnathu option C MOET aanu. Ivide multiple eggs il nammal fertilization nadathiyittana insemination nadathuka so that it help in infertility. Question number 41. Which of the following is not a part of portal vein? Option splenic vein, hepatic vein, gastric vein and cystic vein. ഇവിടെ കറക്റ്റായിട്ട് വരുന്ന ഉത്തരം ഓപ്ഷൻ ബി ഹെപ്പാറ്റിക് വെയിൻ ആണ് വരിക. അപ്പം ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് പോർട്ടൽ വെയിൻ. അപ്പോൾ എന്തൊക്കെ കൊണ്ടാണ് പോർട്ടൽ വെയിൻ നിർമ്മിച്ചിട്ടുള്ളത്? ഇൻഫീരിയർ മിസെൻട്രിക് ആർട്ടറി, superior mesenteric artery, splenic vein, gastric vein, cystic vein. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ പോർട്ടൽ വെയിൻസ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ വരാത്തത് ഹെപ്പാറ്റിക് വെയിൻ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. മൂവിങ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 42. എ ഫോം ഓഫ് സെൽഫ് ഇവാലുവേഷൻ ദാറ്റ് ഹെൽപ്പ് നേഴ്സ് ജഡ്ജ് പേഴ്സണൽ പെർഫോമൻസ് ആൻഡ് മേക്ക് ജഡ്ജ്മെന്റ് അബൌട്ട് ദ സ്റ്റാൻഡേർഡ് ഓഫ് പ്രാക്ടീസ്. റിപ്രഷൻ, റീകളക്ഷൻ, റിഗ്രഷൻ ആൻഡ് റിഫ്ലക്ഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ്. അപ്പോൾ ഇവിടെ എന്താണ് കറക്റ്റ് ഉത്തരം വരിക? ഇവിടെ ഒരു നേഴ്സ് സെൽഫ് ഇവാലുവേഷൻ നടത്തുവാണ്, പേഴ്സണൽ പെർഫോമൻസിനെ കുറിച്ച് ജഡ്ജ് ചെയ്യുവാണ്, അതിനെ പറയുക റിഫ്ലക്റ്റിംഗ് എന്നാണ്, അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം. ബാക്കി റീകളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിമെമ്പറിങ് വാട്ട് വി ഹാവ് ഓൾറെഡി ഫീഡ് ഇൻ അവർ മൈൻഡ് എന്നുള്ളതാണ്. സോ റിപ്രഷൻ ആൻഡ് റിഗ്രഷൻ ബോത്ത് കംസ് ആസ് എ പാർട്ട് ഓഫ് ഡിഫൻസ് മെക്കാനിസത്തിൽ വരുന്നതാണ്. സോ റിപ്രഷൻ എന്ന് പറയുന്ന ഒരു പ്രിമിറ്റീവ് കൈൻഡ് ഓഫ് പ്രൈമറി ഡിഫൻസ് മെക്കാനിസം ആണ്. ആൻഡ് റിഗ്രഷൻ ഈസ് ഗോയിങ് ബാക്ക് ടു ദ സ്റ്റേജ് ഓഫ് ഇമ്മെച്യൂരിറ്റി എന്നാണ് നമ്മൾ പറയുക. Question number 43. The point at which the chlorine demand of the water is fully met is called disinfection point, break point, saturation point and free point. ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം ഓപ്ഷൻ ബി ബ്രേക്ക് പോയിന്റ് ആണ്. ഏതൊരു പോയിന്റിലാണോ നമ്മുടെ കംപ്ലീറ്റ് ക്ലോറിൻ ഡിമാൻഡ് വാട്ടർ മീറ്റ് ചെയ്യുക, ആ പോയിന്റിന് പറയുന്ന പേര് ബ്രേക്ക് പോയിന്റ് എന്നാണ്. ബാക്കിയെല്ലാം തന്നെ ഡിസ്ട്രാക്ടേഴ്സ് ആണ്, നമുക്ക് ഒമിറ്റ് ചെയ്യാം. Question number 44. The conflict carried out by individuals not for themselves but for an idea. Positive conflict, direct conflict, indirect conflict, class conflict. എന്താ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെക്കുറിച്ച് 2 and 4 എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്കൊരു ഒപ്പീനിയൻ വന്നാൽ അവിടെയാണ് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റ് ഉണ്ട്. സൈക്കോളജിയിൽ നമ്മൾ പഠിക്കും അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കോൺഫ്ലിക്റ്റിൻ്റെ ടൈപ്സ് പഠിക്കും. എന്നാൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന ഒരു ബെറ്റർ ബീയിങ്ങിന് വേണ്ടി നമ്മൾ ഉള്ളിൽ തന്നെ നടത്തുന്ന ഒരു ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റിനെ എന്ത് പറയും എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഈസ് ഓപ്ഷൻ എ, ഇറ്റ് ഈസ് പോസിറ്റീവ് കോൺഫ്ലിക്റ്റ്. Okay, then next to the question number 45. The mosquito which breeds in dirty and polluted water, Anopheles, Culex, Aedes, Mansonia. So dirty and polluted water il breed ചെയ്യുന്ന mosquito ഏതാണെന്ന് ചോദിച്ചാൽ it is option B, Culex mosquito ആണ്. എന്നാൽ നമ്മുടെ എയ്ഡിസ് ആണെങ്കിലോ, എയ്ഡിസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിന് ചുറ്റും തന്നെ കാണുന്ന പരിസരത്ത് വെള്ളം കെട്ടി കിടന്നു കഴിഞ്ഞാൽ അവിടെ മുട്ടയിട്ട് പെരുകുന്ന ആൾക്കാരാണ് എയ്ഡിസ് ഈജിപ്റ്റീസ്. ഇനി അക്വാട്ടിക് പ്ലാന്റ്സിലാണ് മാൻസോണിയൻസ് ബ്രീഡ് ചെയ്യുക. ഓക്കെ, എന്നാൽ ക്ലീൻ വാട്ടറിൽ ബ്രീഡ് ചെയ്യുന്ന ആൾക്കാരാണ് അനോഫിലസ് മൊസ്കിറ്റോസ്. Question number 46. National Program of Nutritional Support to Primary Education is also known as options: Special Nutritional Program, Midday Meal Scheme, Midday Meal Program, Balwadi Nutritional Program. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളതിൽ ഏതോ ഒന്നിൻ്റെ മറ്റൊരു പേരാണ് നാഷണൽ പ്രോഗ്രാം ഓഫ് ന്യൂട്രീഷണൽ സപ്പോർട്ട് പ്രൈമറി എഡ്യൂക്കേഷൻ എന്നുള്ളത്. ഏതാവാം ഓപ്ഷൻ? The answer is option B,
മിഡ് ഡേ മീൽ സ്കീം 1995 ചെന്നൈയിലാണ് ആദ്യമായിട്ട് മിഡ് ഡേ മീൽ സ്കീം വരുന്നത്. മിഡ് ഡേ മീൽ പ്രോഗ്രാമിന് ശേഷമാണ് മിഡ് ഡേ മീൽ സ്കീം വരുന്നത്. മിഡ് ഡേ മീൽ പ്രോഗ്രാം വരുന്നത് 1961, അതും തമിഴ്നാട്ടിൽ തന്നെയാണ് ആദ്യമായിട്ട് വന്നത്. ഇതെല്ലാം തന്നെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ സ്പെഷ്യൽ ന്യൂട്രീഷൻ പ്രോഗ്രാം, ബാൽവാടി ന്യൂട്രീഷണൽ പ്രോഗ്രാം, ഇതെല്ലാം 1970 വരുന്നത്. ഈ ഓരോ പ്രോഗ്രാംസിനും അതിൻ്റെതായിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്, അത് നമ്മൾ അറിയണം. അത് നമ്മുടെ ന്യൂട്രീഷൻ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞുതരാം. മൂവിങ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 47. എപ്പിഡമോളജിക്കൽ ട്രയാഡ് എക്സ്ക്ലൂഡ്സ് എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, എക്സ്ക്ലൂഡ്സ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എന്തൊക്കെയാണ്? ഹോസ്റ്റ്, ഏജന്റ്, എൻവയോൺമെന്റ് ആൻഡ് ഹെൽത്ത്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് അവിടെ നമ്മൾ എന്താ എഴുതുക? ഏജന്റ്, ഹോസ്റ്റ്, എൻവയോൺമെന്റ് എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ പഠിച്ചത് ഓർക്കുന്നുണ്ടാവും. സോ ഇവിടെ വരാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി, ഹെൽത്ത് ആണ് ഇവിടെ വരാത്തത്. ക്വസ്റ്റ്യൻ നമ്പർ 48. ഇഞ്ചക്ഷൻ ഓഫ് ഡിഫ്തീരിയ ആന്റിടോക്സിൻ ഗിവ്സ്. സോ ആന്റിടോക്സിൻസ് എടുക്കുന്നത് വഴി നമുക്ക് എന്ത് ടൈപ്പ് ഇമ്മ്യൂണിറ്റിയാണ് ഡെവലപ്പ് ചെയ്യുക? വെദർ ഇറ്റ് ഈസ് ആൻ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, എ പാസീവ് ഇമ്മ്യൂണിറ്റി, എ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഓർ സെല്ലുലാർ ഇമ്മ്യൂണിറ്റി. സോ ഇവിടെ വരുന്നത് ഓപ്ഷൻ ബി, പാസീവ് കൈൻഡ് ഓഫ് ഇമ്മ്യൂണിറ്റി ആണ് നമുക്കൊരു ആന്റിടോക്സിൻസിലൂടെ കിട്ടുക. അപ്പോൾ ഇമ്മ്യൂണിറ്റി എന്താണ് എന്നറിയുക അല്ലേ? നമ്മുടെ ശരീരത്തിലൊരു ഫോറിൻ ബോഡി കയറി കഴിഞ്ഞാൽ അതിനോട് നമ്മുടെ ഹോസ്റ്റ് കാണിക്കുന്ന റെസിസ്റ്റൻസ് പവറിനെയാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുക. അപ്പോൾ ഇമ്മ്യൂണിറ്റി തന്നെ നമുക്ക് ബൈ ബർത്ത് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി ഉണ്ട്, അതിനെ നമ്മൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. എന്നാൽ അഡാപ്റ്റീവ് കൈൻഡ് ഓഫ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അത് നാച്ചുറലി ആവാം, ആർട്ടിഫിഷ്യൽ ആവാം. സോ നാച്ചുറലി അഡാപ്റ്റീവ് എന്ന് പറയുമ്പോൾ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് ബൈ പ്ലാസൻഡ കിട്ടുന്നത് നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി ആണ്. ധാരാളം പ്രാവശ്യം ചോദിച്ച ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് ദ കൈൻഡ് ഓഫ് ഇമ്മ്യൂണിറ്റി ഫീറ്റസ് ഈസ് ഗെറ്റിംഗ് ഫ്രം മദർ? സോ ദാറ്റ് ഈസ് നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി. ഒരു ഇൻഫെക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നു, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ചിക്കൻ ബോക്സ് ഉണ്ടാകുന്നു, അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ ആ അസുഖത്തിനെതിരെ ഒരു പ്രതിരോധ ശക്തി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെ നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്നാണ് പറയുക. ഇനി ആൻറ്റിബോഡി ട്രാൻസ്ഫറിലൂടെയാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുന്നതെങ്കിൽ അത് ആർട്ടിഫിഷ്യൽ പാസീവ് ആണ്. ഇനി ഒരു ഇമ്മ്യൂണൈസേഷൻ പ്രോസസ്സിലൂടെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്താ? ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്നതിനെ പറയാം. ഓക്കെ. Question number 49. The storage temperature of BCG vaccines 2 to 8 degrees Celsius, 8 to 10 degrees Celsius, 10 to 12 degrees Celsius and 6 to 11 degrees Celsius. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കമ്മ്യൂണിറ്റി എന്ന ഏരിയയിൽ വാക്സിൻസും വാക്സിൻ്റെ സ്റ്റോറേജും വാക്സിൻ വയൽ മോണിറ്ററും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ BCG വാക്സിൻ സ്റ്റോർ ചെയ്യുന്ന ടെമ്പറേച്ചർ എത്ര എന്നുള്ളതാണ്. അപ്പോൾ BCG ആൻഡ് മീസിൽസ് എപ്പോഴും ഫ്രീസർ കമ്പാർട്ട്മെൻറ്റിൽ സ്റ്റോർ ചെയ്യേണ്ടുന്ന വാക്സിൻസ് ആണ് BCG ആൻഡ് മീസിൽസ്. അപ്പോൾ ഓപ്ഷൻ എ 2 to 8 ഡിഗ്രി സെൽഷ്യസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. എന്നാൽ ഫ്രീസ് ചെയ്യാൻ പാടില്ലാത്ത വാക്സിൻസ് ആണ് DPT, DT, ടൈഫോയിഡ്, ഇങ്ങനെയുള്ള വാക്സിൻസ് എല്ലാം നമ്മൾ മിഡിൽ കമ്പാർട്ട്മെൻറ്റിലാണ് കീപ്പ് ചെയ്യുക. സോ അതിൻ്റെ ഇതൊരു ചെറിയൊരു എക്സ്പ്ലനേഷനിൽ പറയാനുള്ളതല്ല, ഇറ്റ് റിക്വയർസ് ലോട്ട് ഓഫ് ടൈം ഫോർ എക്സ്പ്ലനേഷൻ. സോ ഇവിടെ ടെമ്പറേച്ചറിൻ്റെ ആ ഒരു സെൻസിറ്റിവിറ്റി റെഫ്രിജറേറ്ററിൽ ILR മെഷർ ചെയ്യുന്നത് ഡയൽ തെർമോമീറ്റർ യൂസ് ചെയ്തിട്ടാണ്. ഇതും നമ്മൾ നിരവധി പരീക്ഷകളിൽ PSC ചോദിച്ച ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 50. A strategy for effective communication where the interviewer validate information from the client without changing the meaning of a statement. നമ്മളൊരു ഇൻ്റർവ്യൂ നടത്തുന്നു, അതിൽ ക്ലയൻറ്റ് പറഞ്ഞ ഒരു സംഭാഷണം യാതൊരു മീനിങ് മാറ്റവും കൂടാണ്ട് അതേപോലെ തിരിച്ചു പറയാൻ സാധിക്കുകയാണെങ്കിൽ അതിനെ എന്ത് എന്നാണ് പറയുക? ഈസ് ഇറ്റ് ക്ലാരിഫൈയിങ്, ഈസ് ഇറ്റ് സമ്മറൈസിങ്, ഈസ് ഇറ്റ് പാരാഫ്രൈസിങ് ഓർ ഈസ് ഇറ്റ് ഫോക്കസിങ്? യു ഷുഡ് നോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, പാരാഫ്രൈസിങ്. ഓക്കെ. സോ നമ്മുടെ സൈക്യാട്രിയിൽ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്നതാണ് തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് എന്ന് പറഞ്ഞ് നിങ്ങളൊരു 10-16 ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് പഠിക്കും. അപ്പോൾ ക്ലാരിഫൈ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ കോൺവെർസേഷനിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ ഇറ്റ് റിക്വയർസ് മോർ ക്ലാരിഫിക്കേഷൻ, യു വിൽ ഗോ വിത്ത് ഇറ്റ്. ദെൻ ഒരു കോൺവെർസേഷൻ്റെ എൻഡ് ഓഫ് ദ സെഷനിൽ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് സമ്മറൈസിങ്. ഇനി ഫോക്കസിങ്, നമ്മളിപ്പോൾ ഒരു പേഷ്യൻറ്റുമായി കോൺവെർസേഷൻ നടത്തുകയാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു ഡിപ്രസീവ് പേഷ്യൻ്റ് ഇരിക്കുകയാണ്. അപ്പോൾ പേഷ്യൻ്റ് ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊരു ക്ലൂ നിങ്ങൾക്ക് പറയുമ്പോൾ അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. സോ ദാറ്റ് ഈസ് കോൾഡ് ഫോക്കസിങ്. ആൻഡ് പാരാഫ്രൈസിങ് എന്ന് പറയുമ്പോൾ ക്ലയൻറ്റ് പറഞ്ഞതിൻ്റെ യാതൊരു വ്യത്യാസവും കൂടാണ്ട് ആ മീനിങ് മാറ്റം വരുത്താണ്ട് തന്നെ നമ്മൾ വീണ്ടും ചോദിക്കുകയാണെങ്കിൽ അതിനെ പാരാഫ്രൈസിങ് എന്നാണ് പറയുക.
Question number 51. Volume of blood pumped by the heart during 1 minute in a normal healthy adult is. ഡയറക്റ്റ് ചോദ്യമാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓപ്ഷൻ ഡി 5000 ml per minute ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 52. ഫോർമുല യൂസ്ഡ് ഫോർ കൺവേർട്ടിംഗ് സെൽഷ്യസ് സ്കെയിൽ ടു ടെമ്പറേച്ചർ ടു ഫാരൻ സ്കെയിൽ. സെൽഷ്യസ് സ്കെയിലിനെ ഫാരൻ സ്കെയിലിലേക്ക് മാറ്റാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. സോ ഇവിടെ FONന്റെ പാർട്ടിൽ നിന്നൊരു ചോദ്യമാണ്, ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാലും മെഡിക്കേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നമ്മുടെ സൊല്യൂഷൻസ് സോൾവ് ചെയ്യാനായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ്, അതുപോലെ ടെമ്പറേച്ചർ കൺവേർഷൻ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വരുന്ന ഉത്തരം ഓപ്ഷൻ എ 9/5 × C+32 ആണ് കറക്റ്റായിട്ട് വരുന്ന ഉത്തരം. 53. A physician order means medication to be given only once at a specified time. ഒരു സ്പെസിഫൈഡ് ടൈമിൽ മാത്രം നമ്മൾ ഫിസിഷ്യൻ ഒരു ഓർഡർ, മെഡിക്കേഷൻ ഓർഡർ പറഞ്ഞാൽ അതിന് എന്ത് പറയും? സ്റ്റാറ്റ്, PM, സിംഗിൾ ഓർഡർ, സ്റ്റാൻഡിങ് ഓർഡർ. ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് എ സ്റ്റാറ്റ് ഓർഡർ. ദെൻ വാട്ട് ഈസ് സ്റ്റാൻഡിങ് ഓർഡർ മീൻസ്? സോ ഒരു ഫിസിഷ്യൻ്റെ ഓർഡർ ഇല്ലാണ്ട് തന്നെ നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റിനെയാണ് സ്റ്റാൻഡിങ് ഓർഡർ എന്ന് പറയുക. സോ വിത്തൗട്ട് ഫിസിഷ്യൻസ് ഓർഡർ. Question number 54. The site preferred for giving IM injection for adults and anyone over 7 months old. Vastus lateralis, deltoid, dorsogluteal, ventrogluteal. So ഇവിടെ വരുന്ന കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഏതാണ്? It is option D. So it is option D, ventrogluteal ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മുടെ IM ഇഞ്ചക്ഷനും അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സോ IM ഇഞ്ചക്ഷൻ നമ്മൾ വെൻട്രോഗ്ലൂട്ടിയലി കൊടുക്കുന്നത് മാക്സിമം 5 ml ആണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുക. എന്നാൽ അത് ഡെൽറ്റോയിഡിലാണ് IM കൊടുക്കുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുക 1 cc ആണ് നമുക്ക് മാക്സിമം കൊടുക്കാൻ സാധിക്കുക. എന്നാൽ കൊച്ചുകുട്ടികളിൽ മോസ്റ്റ് പ്രിഫേർഡ് സൈറ്റ് ഫോർ IM ഇഞ്ചക്ഷൻ എന്ന് ചോദിച്ചാൽ അത് വാസ്റ്റസ് ലാറ്ററാലിസ് ആണ്. അത് നമ്മൾ അറിയുക. ഇതെല്ലാം നിരവധി തവണ PSCയിൽ തിരിച്ചും മറിച്ചും ചോദിച്ച ചോദ്യങ്ങളാണ്. ഇമ്പോർട്ടൻസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 55. റേസിംഗ് ICP intracranial pressure is accompanied by, is it tachycardia and hypotension, bradycardia and hypotension, bradycardia and hypertension, tachycardia and hypertension. അപ്പോൾ ഇൻട്രാക്രേനിയൽ പ്രഷർ കൂടുന്നതാണ് ഇവിടുത്തെ കണ്ടീഷൻ അല്ലേ. ഇവിടെ നിങ്ങൾ പഠിക്കുന്ന ഒരു ട്രയാഡാണ് എന്ത്? കുഷിങ്സ് ട്രയാഡ് എന്നൊരു ട്രയാഡ് പഠിക്കും. ഈ കുഷിങ്സ് ട്രയാഡിൽ എന്താ പ്രധാനമായിട്ട് നമ്മൾ പറയുക? ബ്രാഡികാർഡിയ, ബ്രാഡിപ്നിയ, വൈഡന്റ് പൾസ് പ്രഷർ അല്ലേ. അപ്പൊ ഇത് മൂന്നും ചേരുന്ന കണ്ടീഷനെയാണ് കുഷിങ്സ് ട്രയാഡ് എന്ന് പറയുക. ഇത് കാണുന്നത് റേസ്ഡ് ICPയിലാണ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം, ബ്രാഡികാർഡിയ ആൻഡ് ഹൈപ്പർടെൻഷൻ. മൂവിംഗ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 56. Process of redirecting the energy by unacceptable desire or activities so that it become acceptable. Option reaction formation, projection, identification, sublimation. അപ്പോൾ എന്താ ചോദ്യം ഇവിടെ പറയുന്നത്? നമ്മൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ബിഹേവിയറിനെ അക്സെപ്റ്റബിൾ ആയി മാറ്റുന്നതിന് ചെയ്യുന്ന ഡിഫൻസ് മെക്കാനിസം ഏത് എന്നുള്ളതാണ്. സോ ഓപ്ഷൻ ഡി സബ്ലിമേഷൻ ആണ് കറക്റ്റായിട്ട് വരുന്ന ഉത്തരം. സോ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത ഒരു മിസ്റ്റേക്ക് അംഗീകരിക്കാതെ മറ്റൊരാളുടെ ശരീരത്തിൽ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക, ചൂണ്ടിക്കാണിക്കുന്നതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുക. ഐഡന്റിഫിക്കേഷൻ, നമ്മൾ മറ്റൊരാളെ പോലെ അനുകരിക്കാൻ ശ്രമിക്കുന്നത് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയാം. ദെൻ റിയാക്ഷൻ ഫോർമേഷൻ, നമ്മുടെ എക്സാക്ട് ഓപ്പോസിറ്റ് ബിഹേവിയറിൽ നമ്മുടെ ഉള്ളിൽ ഒന്നായിരിക്കാം പക്ഷെ പുറത്ത് മറ്റൊന്ന് കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ബിഹേവിയറിനെ റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയാം. ഇപ്പോൾ ഡിഫൻസ് മെക്കാനിസം സിഗ്മണ്ട് ഫ്രോയിഡ് ഡെവലപ്പ് ചെയ്തതാണ്. ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ കഴിഞ്ഞ PSCകളിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഡിസ്കഷൻ്റെ ആവശ്യമുണ്ട്. So moving on to question number 57. The suitable method to handle an overactive aggressive patient is. അപ്പോൾ പേഷ്യൻ്റ് ഓവർ ആക്റ്റീവ് ആണ്, അഗ്രസീവ് ആണ്. നിങ്ങൾ എന്താ ചെയ്യുക? അക്സെപ്റ്റിംഗ് ക്രിറ്റിസിസം ആൻഡ് വെർബൽ അറ്റാക്സ് വിത്തൗട്ട് പണിഷ്മെന്റ്, ഫയറിംഗ് ദ പേഴ്സൺ ആൻഡ് അപ്ലൈയിങ് റീസ്ട്രെയിൻസ്, അവോയ്ഡിംഗ് ദ പേഴ്സൺ ആൻഡ് നെഗ്ലക്റ്റിംഗ് ഹിം ഫോർ എ വൈൽ, try to cheer up the person and give praise and encouragement.
അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു പേഷ്യൻ്റ് വളരെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ആ പേഷ്യൻറ്റിനെ ഡീൽ ചെയ്യുക? സോ നമ്മുടെ ലോ പറയുന്നത് നമുക്കൊരിക്കലും ഒരു മെൻ്റലി ഇല്ലായിട്ടുള്ള ഒരു വ്യക്തിയെ പണിഷ് ചെയ്യാനായിട്ടുള്ള റൂൾ ഇല്ല. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഓപ്ഷൻ എ, അക്സെപ്റ്റിംഗ് ദ ക്രിറ്റിസിസം ആൻഡ് വെർബൽ അറ്റാക്സ് വിത്തൗട്ട് പണിഷ്മെന്റ് കൊടുക്കാണ്ട് നമ്മളത് അവരുടെ അസുഖത്തിന്റെ ഭാഗമാണെന്ന് കണ്ട് അക്സെപ്റ്റ് ആൻഡ് go with the patient. So we can do is നമുക്ക് പേഷ്യൻറ്റിനെ കാം ഡൗൺ ചെയ്യാൻ ശ്രമിക്കാം. പേഷ്യൻ്റ് അതിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ we can inform the physician and we can do the procedure for any restraints. Question number 58, recommended protein requirement of an Indian adult is. Protein requirement ആണ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്, ഡയറക്റ്റ് ചോദ്യമാണ്. സോ ICMR ഗൈഡ് ലൈൻ അനുസരിച്ച് റെക്കമെൻഡഡ് പ്രോട്ടീൻ ഇൻടേക്ക് എന്ന് പറയുന്നത് 1 gram per kg ബോഡി വെയിറ്റ് ആണ്. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. Question number 59, malnutrition comprises of the following form except undernutrition, overnutrition, imbalance, micronutrition. Here the answer is option D, micronutrition. ഇത് കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഒരു ഏരിയയാണ്, നമ്മൾക്കത് ഡീറ്റെയിലിംഗ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. സോ ക്വസ്റ്റ്യൻ നമ്പർ 60, the ratio for giving external chest compression and breathing in CPR. സോ ഇതും ഡയറക്റ്റ് ചോദ്യമാണ്. കാർഡിയോ പൾമണറി റെസിസ്റ്റേഷനിൽ അഡൽറ്റിനാണെങ്കിൽ നമ്മൾ എത്രയാണ് CPR കൊടുക്കുക, പെർഫോം ചെയ്യുക? സോ 1% or 2% റെസ്ക്യൂർ ആണെങ്കിലും നമ്മൾ കൊടുക്കുക 30:2 തന്നെയാണ്. സോ അഡൽറ്റിലാണെങ്കിൽ നമ്മൾ എത്ര ഡെപ്തിലാണ് കൊടുക്കുക? 1.5 to 2 എന്നുള്ള ഡെപ്തിലാണ് അഡൽറ്റിന് കൊടുക്കുക. എന്നാൽ ചിൽഡ്രൻസിലാണെങ്കിൽ 1 to 1.5 ആണ് കൊടുക്കുന്ന ഡെപ്ത്. ഓക്കെ. Question number 61, first aid for strong acid and alkali poisoning. Options gastric lavage, tickling back of pharynx by finger. Option C, saline concentrated salt solution, and option D, do not induce vomiting. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? പേഷ്യൻ്റ് കുടിച്ചിട്ടുള്ളത് ഒരു ആൽക്കലി അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡ് പോയിസൺ ആണ്. അത്തരം കേസുകൾ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? പേഷ്യൻറ്റിനെ വൊമിറ്റ് ഇൻഡ്യൂസ് ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്യും? ഇങ്ങനെ നമ്മൾ വൊമിറ്റ് ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലിപ്സിലും മറ്റും നമ്മുടെ ആലിമെൻ്ററി ട്രാക്റ്റിലും ഒക്കെ ബേൺസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സോ വി ഹാവ് ടു അവോയ്ഡ് മേക്കിംഗ് ഇൻഡ്യൂസിങ് ദ വൊമിറ്റിംഗ് ഓഫ് ദ ക്ലൈൻറ്റ്. Question number 62, approximate weight of a placenta at term. ടേം ആവുമ്പോൾ പ്ലാസൻ്റയുടെ അപ്രോക്സിമേറ്റ് വെയിറ്റ് കമ്പയറിംഗ് ടു ബേബി എത്രയാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ തന്നിട്ടുള്ള എന്താണ്? 1/4, 1/6, 1/7 ആൻഡ് 1/3. അറിയുക, അറ്റ് ടേം ആവുമ്പോൾ പ്ലാസൻ്റൽ വെയിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 500 grams. ഓക്കെ. അപ്പോൾ പ്ലാസൻ്റൽ ഫീറ്റസ് റേഷ്യോ എന്ന് പറയുന്നത് ബേബിയുടെ വെയിറ്റ് അനുസരിച്ച് പ്ലാസൻ്റൽ വെയിറ്റിന് ചേഞ്ച് ഉണ്ടാകാം. ഇപ്പോൾ കുഞ്ഞിന് 3 കിലോയാണ് ഭാരമെങ്കിൽ പ്ലാസൻ്റൽ വെയിറ്റ് എത്രയായിരിക്കും? 1/6 ഓഫ് ദ ബേബി വെയിറ്റ് ആയിരിക്കും. എന്നാൽ നമ്മുടെ കുഞ്ഞിന് 2.5 kg ആണ് വെയിറ്റ് എങ്കിൽ നമുക്ക് കിട്ടുന്ന പ്ലാസൻ്റയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 1/5 ഓഫ് ദ ബേബി വെയിറ്റ് ആണ്. അപ്പോൾ പല ക്വസ്റ്റ്യൻസിലും 1/6 1/5 നിങ്ങൾ ആൻസറിൽ കാണാം. അതിൻ്റെ റാഷണൽ ഇതാണ്. സോ ഇന്ത്യൻ ബേബിയുടെ നോർമൽ വെയിറ്റ് എന്ന് പറയുന്നത് 2.5 ആണ് നമ്മൾ വെയിറ്റ് പറയുന്നത്. സോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ ബി 1/6 ഓഫ് ദ ബേബി വെയിറ്റ് ആണ് ഉത്തരം എന്ന് അറിയുക. Clear students? So now moving on with question number 63, the part of the fetal circulation which become fossa ovalis after birth എന്നാണ് ചോദ്യം അല്ലേ? ജനിച്ചു കഴിഞ്ഞ് ഫോസ ഓവാലിസ് എന്തായി മാറുന്നു? umbilical artery, ductus arteriosum, foramen ovale and umbilical vein. So let us discuss on what changes is happening in a fetus and is becoming a neonate. Okay. So ഫീറ്റൽ സ്റ്റേജിൽ ഫൊറാമൻ ഓവേൽ ആഫ്റ്റർ ബർത്ത് എന്തായി മാറുന്നു? ഫോസ ഓവാലിസ് ആയി മാറുന്നു. ഇനി അംബലിക്കൽ വെയിൻ ആണെങ്കിലോ ലിഗമെൻറ്റം ടീറിസ്, ഡക്ടസ് വീനസ് ലിഗമെൻറ്റം വീനോസം ആൻഡ് ഡക്ടസ് ആർട്ടീരിയോസം ഈസ് കൺവേർട്ടിംഗ് ടു ലിഗമെൻറ്റം ആർട്ടീരിയോസം. ഫീറ്റൽ സർക്കുലേഷൻ ഇൻ ഡെപ്ത് നമ്മൾ പഠിക്കണം. ഇത് 2 പ്രാവശ്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ബൈഹാർട്ട് ആവും. ഓക്കെ. സോ നമ്മുടെ തന്നിട്ടുള്ള ചോദ്യം എന്തായിരുന്നു? ആഫ്റ്റർ ബർത്ത് ഫോസ ഓവാലിസ് ആയി മാറുന്നത് ഏത് സ്ട്രക്ചറാണ്? അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉത്തരം അറിയാം അല്ലേ? ആരാണ്?
foramen ovale. Foramen ovale എവിടെയാണ് കാണുന്നത്? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയത്തിനിടയിൽ കാണുന്ന foramen ovale ജനിച്ചു കഴിയുമ്പോൾ fossa ovalis ആയി മാറുന്നു. Clear students? Question number 64. Which of the following condition of a pregnant woman need immediate attention? Immediate attention വേണ്ടുന്ന condition ഏതാണ്? Epigastric pain radiating to back, cramps and heartburns. So നമ്മളൊരു immediate attention വേണ്ടുന്ന condition എന്ന് പറയുന്നത് epigastric pain ആണ്. Epigastric pain ആണെന്നുണ്ടെങ്കിൽ it indicates or it is a sign of pre-eclampsia. Pre-eclampsia ക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. So we have to look into. Then question number 65. Which among this is a sign or symptom of impending labor? Impending labor ന്റെ sign അല്ലെങ്കിൽ symptom എന്താണ് എന്നുള്ളതാണ്. Lightening, quickening, Braxton Hicks contraction and tightening. So എന്താണ് impending labor എന്ന് പറഞ്ഞാൽ എന്താണ്? ലേബർ എന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സൈനിനെയാണ് നമ്മൾ ഇംപെൻഡിങ് ലേബർ എന്ന് പറയുക. അപ്പോൾ അവിടെ ഉണ്ടാകുന്നത് എന്താണ്? ലൈറ്റ്നിങ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഇതിൽ ക്യുക്കനിങ് ഉണ്ട്. ക്യുക്കനിങ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫീറ്റൽ മൂവ്മെന്റ് ഫെൽറ്റ് ബൈ ദ മദറിനെയാണ് ക്യുക്കനിങ് എന്ന് പറയുക. ഫാൾസ് കൺട്രാക്ഷൻസിനെയാണ് ബ്രാക്സ്റ്റൺ ഹിക്സൺസ് കൺട്രാക്ഷൻ എന്ന് പറയുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 66. ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ദ മാനേജ്മെന്റ് ഓഫ് ഇക്ലാംസിയ. മുന്നേയും ചോദിച്ച ചോദ്യം തന്നെയാണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യത്തിൽ ഒന്നാണ്. ഡൈസിപ്പാം, എപ്സോലിൻ, മെഗ്നീഷ്യം സൾഫേറ്റ്, ലാബറ്റലോൾ. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ സി മെഗ്നീഷ്യം സൾഫേറ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. സോ മെഗ്നീഷ്യം സൾഫേറ്റിന്റെ ആന്റിഡോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക? കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് ആണ് മെഗ്നീഷ്യം സൾഫേറ്റിന്റെ ആന്റിഡോട്ട് ആയിട്ട് ഉപയോഗിക്കുക. ഇത് ലാബിറ്റലോൾ നമ്മുടെ ഹൈപ്പർടെൻസീവ് പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് ബീറ്റ ബ്ലോക്കർ ആണ്. ദെൻ ഡയസിപ്പാം നമ്മുടെ സൈക്യാട്രിയിലും മറ്റും കൊടുക്കുന്ന ഒരു ഡ്രഗ് ആണ് ഡയസിപ്പാം. ക്വസ്റ്റ്യൻ നമ്പർ 67. A nurse in a labor room should do this measure to prevent prolonged labor to a patient. Be with the patient, maintaining partograph, giving oxytocin, assessing maternal and fetal vital signs. Okay, അപ്പോൾ ഒരു ലേബർ കോട്ടിൽ നിങ്ങൾക്കൊരു പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? ഓപ്ഷൻ ബി, വി ഹാവ് ടു മെയിൻറ്റെയിൻ ദ പാർട്ടോഗ്രാഫ് അല്ലേ. അപ്പോൾ പാർട്ടോഗ്രാഫിൻ്റെ മറ്റൊരു പേരെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഇറ്റ് ഈസ് സെർവൈക്കോഗ്രാഫ്. ഓക്കെ, ഇത് എന്തിനാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? മെറ്റേണൽ ആൻഡ് ഫീറ്റൽ വെൽബീയിങ് അസസ് ചെയ്യുന്നതിനാണ്. മെറ്റേണൽ ആൻഡ് ഫീറ്റൽ വെൽബീയിങ് അസസ് ചെയ്യുക, ലേബറിന്റെ പ്രോഗ്രസ് അറിയാനും മറ്റുമായിട്ടാണ് നമ്മൾ പാർട്ടോഗ്രാഫ് യൂസ് ചെയ്യുന്നത്. ഇത് ഐഡന്റിഫൈ ചെയ്തത് ആരാണ്? ഫ്രൈഡ് മാൻ ആണ് ഇത് ഐഡന്റിഫൈ ചെയ്തത്. അതിൽ മറ്റു മാറ്റങ്ങളൊക്കെ വരുത്തിയ ആൾക്കാരൊക്കെ ഉണ്ട്, നമ്മുടെ തിയറിയിൽ നമുക്ക് കവറപ്പ് ചെയ്യാം. സോ ഇത്രയും അറിയുക, പാർട്ടോഗ്രാഫ് ആണ് ഒരു പേഷ്യൻ്റ് ലേബർ കോട്ടിൽ കിടന്നാൽ അല്ലെങ്കിൽ ആ ലേബറിന്റെ പ്രൊലോങ്ങേഷൻ അതിന്റെ പ്രോഗ്രസ് അറിയാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനെ സെർവൈക്കോഗ്രാം എന്നും പറയും എന്നറിയുക. ക്വസ്റ്റ്യൻ നമ്പർ 68. ടെക്നിക് യൂസ്ഡ് ബൈ എ മിഡ്വൈഫ് ഇൻ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ ടു ഫെസിലിറ്റേറ്റ് ദ ഡെലിവറി ഓവർ ആൻ ഇൻടാക്ട് പെരിനിയം. അയണിങ് ഔട്ട്, ബിയറിംഗ് ഡൗൺ എഫേർട്ട്, ഫണ്ടൽ പ്രഷർ, എപ്പിസോട്ടമി. അപ്പോൾ ഏത് സ്റ്റേജ് ആണ്? ലേബറിന്റെ സെക്കൻഡ് സ്റ്റേജിലാണ് നടക്കുന്നത് അല്ലേ. ഇപ്പൊ സെക്കൻഡ് സ്റ്റേജിലെന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞ് പുറത്ത് വരാനായിട്ട് നമ്മുടെ തയ്യാറായി നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണ്. അവിടെ നമുക്ക് ചെയ്യാൻ സാധിക്കുക ഓപ്ഷൻ ഡി, എപ്പിസിയോട്ടമി ആണ്. എപ്പിസിയോട്ടമി ചെയ്യുമ്പോൾ എന്താണ്? വജൈനൽ ഓറിഫൈസ് വലുതാവുന്നു, കുഞ്ഞിന് സ്മൂത്ത് ആയിട്ട് എന്താണ് ഡെലിവർ ആകാനുള്ള ഒരു വഴി നമ്മൾ ഒരു സംവിധാനം ഒഴുകി കൊടുക്കുകയാണ്. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എപ്പിസോട്ടമി എന്ന് പറയുന്നത് മീഡിയോ ലാറ്ററൽ എപ്പിസിയോട്ടമിയാണ്. കമ്പയറിംഗ് ടു അതർ ടൈപ്പ്, ഒരുപാട് ടൈപ്പ് ഓഫ് എപ്പിസിയോട്ടമീസ് നമ്മൾ ചെയ്യാറുണ്ട്. എന്നാലും കൂടുതൽ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഈസ് മീഡിയോ ലാറ്ററൽ. ബിക്കോസ് എന്തുകൊണ്ടാണ്? നമ്മുടെ പെരിനിയൽ ടിയർ കുറയ്ക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഇൻസിഷൻ ആണ് മീഡിയോ ലാറ്ററൽ ഇൻസിഷൻ. അതുകൊണ്ടാണ് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത്. ക്ലിയർ സ്റ്റുഡൻസ്? So now question number 69. The measure which is done to manage shoulder dystocia is Burns-Marshall maneuver, Lowset maneuver, Mauritius-Melny-Waite maneuver, Mac-Roberts maneuver. ഓക്കെ, അപ്പോൾ ഷോൾഡർ ഡിസ്റ്റോഷ്യയ്ക്ക് നമ്മൾ എപ്പോഴും കൂടുതൽ യൂസ് ചെയ്യുന്നത് മെക്റോബർട്ട് മാനുവർ ആണ്. ഓക്കെ, അപ്പോൾ മറ്റ് മാനുവേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. സോ മെക്റോബർട്ട്സ് മാനുവറിൽ എന്താ ചെയ്യുക? മദറിൻ്റെ തൈസ് ഹൈപ്പർ ഫ്ലെക്സ് ചെയ്തുകൊണ്ടാണ് ലേബറിനെ നമ്മൾ സ്മൂത്തൻ ചെയ്യുന്നത്.
ഇവിടെ മൗറീഷ്യ സ്മെല്ലി വിറ്റ് മാനുവറിൽ ഇറ്റ് ഈസ് സിംപ്ലി നമ്മുടെ ജോ ഫ്ലെക്ഷൻ ആൻഡ് ഷോൾഡർ ട്രാക്ഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. വൺ വേർഡിൽ നമുക്ക് പറയാൻ സാധിക്കുക. ഇനി കുഞ്ഞിൻ്റെ ആംസ് ലോവർ ചെയ്യണം, അപ്പം ആംസ് നമ്മുടെ പൊസിഷൻ മാറിയിരിക്കണം, അതിനെ ലോവർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ലോ സെറ്റ് മാനുവർ. ദെൻ ബേൺസ് മാർഷൽ മാനുവറിൽ നമ്മുടെ കുഞ്ഞിനെ ഫിസിഷ്യൻ്റെ ഫോ ഹാൻഡ് അതിൽ കിടത്തിയിട്ട് കുഞ്ഞിനെ ഡെലിവറി ചെയ്തെടുക്കുന്ന മെത്തേഡാണ് ബേൺസ് മാർഷൽ മാനുവർ. ഓക്കെ, സോ മീൻ ടൈം അനദർ പേഴ്സൺ വിൽ ബി ഗിവിങ് എ മൈൽഡ് ഫോഴ്സ്. സോ അതിനെ ഡീറ്റെയിലിംഗ് നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം, OB ക്ലാസ്സുകളിൽ. സോ ക്വസ്റ്റ്യൻ നമ്പർ 70, ദ മോസ്റ്റ് ഹീറ്റ് സെൻസിറ്റീവ് വാക്സിൻ വിച്ച് ഷുഡ് ബി സ്റ്റോർഡ് അറ്റ് -20°C, DPT, ഹെപ്പറ്റൈറ്റിസ്, പോളിയോ, മീസിൽസ്. ഞാൻ മുന്നേ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ പറഞ്ഞു പോളിയോ മീസിൽസ് ആണ് ഡീപ് ഫ്രീസറിൽ ഫ്രീസർ കമ്പാർട്ട്മെന്റിൽ സ്റ്റോർ ചെയ്യുന്നത്. അതിനെയും കമ്പയർ ചെയ്യുമ്പോൾ മോസ്റ്റ് പ്രോമിനന്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ സി പോളിയോ വാക്സിൻ ആണ്. സോ പോളിയോ വാക്സിൻസിനെയാണ് മോസ്റ്റ് ഹീറ്റ് സെൻസിറ്റീവ് വാക്സിൻ എന്ന് നമ്മൾ കരുതുന്നത്. നെക്സ്റ്റ് is calorie provided by 100 ml of breast milk to an infant. Option 66, 42, 85 and 73. സോ ഇവിടെ നമ്മുടെ ഹ്യൂമൻ മിൽക്കിലുള്ള ന്യൂട്രിറ്റീവ് വാല്യൂ എന്താണെന്ന് അറിയാമെങ്കിൽ നമുക്ക് ഈ ഒരു ആൻസർ അറിയാൻ പറ്റത്തുള്ളൂ. സോ ഹിയർ ഐ ഹാവ് ഗിവൺ എ കമ്പാരിസൺ ഓഫ് ഹ്യൂമൻ മിൽക്ക് വിത്ത് കൗസ് മിൽക്ക്. സോ കാലറിക് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂമൻ മിൽക്ക് ഇറ്റ് ഈസ് 65 and kilocalories and cow's milk it is 67 kilocalorie. Coming to the water content, in human milk it is 88% and cow's milk it is 87. Protein in grams, if you see, it is 1.1 in humans and 3.2 in cows. Fat, it is 3.4 in humans and 4.1 in cows. And carbohydrate, it is 7.4 in human milk and 4.4 in cow's milk. അപ്പോൾ ഇതിൽ കാലറിക് വാല്യൂ നമ്മൾ മുന്നേയും എയിംസ് ഉൾപ്പെടുന്ന ചോദ്യപേപ്പറുകളിൽ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. സോ ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിക്കുക. സോ കാലറിക് വാല്യൂ എത്രയാണ്? ഹ്യൂമൻസിൽ 65 കിലോ കാലറീസ് ആണ്. സോ ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷനിൽ നമുക്ക് മോർ ഓർ ലെസ് ഓപ്ഷൻ എ സെലക്ട് ചെയ്യാം, 66. Question number 72. Apgar scoring done at which time period has more predictive value of neonatal well-being? Neonatal well-being in ഏറ്റവും better predictive value ഏതെന്നുള്ളതാണ്. So 1 minute, 10 minutes, 5 minutes, 15 minutes. ഏതാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ. അബ്ഗാർ സ്കോർ എപ്പോഴും 1 and 5th മിനിറ്റിലാണ് നമ്മൾ എടുക്കുക. അപ്പോൾ മോർ പ്രഡിക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 5th മിനിറ്റിലാണ്. എന്തൊക്കെയാണ് അബ്ഗാർ സ്കോറിൽ നമ്മൾ നോക്കുന്നത്? അപ്പിയറൻസ്, പൾസ്, ഗ്രിമേസ്, ആക്ടിവിറ്റി ആൻഡ് റെസ്പിറേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അബ്ഗാർ സ്കോറിലൂടെ എലിസിറ്റ് ചെയ്യുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തെടുത്ത ആളുടെ പേരെന്താണ്? വിർജീനിയ അബ്ഗാർ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ മാക്സിമം സ്കോർ എത്രയാണ്? 7 to 10 യു ക്യാൻ സേ ആസ് എ ഗുഡ് നിയോനറ്റൽ വെൽബീയിങ്. അപ്പോൾ അതിൽ താഴെയാണ്, 5ൽ താഴെയൊക്കെ ആണെങ്കിൽ ഫീറ്റസ് ഈസ് ഇൻ എ അല്ലെങ്കിൽ ദ നിയോനേറ്റ് ഈസ് ഇൻ എ പൊസിഷൻ ടു ഗീവ് റെസസിറ്റേഷൻ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടുന്നത്. Question number 73. Damage to the 7th and 8th cervical or thoracic nerve root leads to facial palsy, Erb's palsy, Klumpke's palsy and Bell's palsy. ഏതായിരിക്കും കറക്റ്റ് ഉത്തരം? ഓപ്ഷൻ സി അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി എന്താ? ക്ലുംകീസ് പാൽസി. C7 C8ലാണെങ്കിൽ ഇറ്റ് റിസൾട്ട് ഇൻ ക്ലുംകീസ് പാൽസി. എന്നാൽ C5 C6 ഇറ്റ് ഈസ് Erb's palsy. Then facial palsy and Bell's palsy അല്ലേ. അപ്പോൾ 7th ക്രേനിയൽ നെർവിന് ഇഞ്ചുറി ഉണ്ടായാൽ സംഭവിക്കുന്നതാണ് ഫേഷ്യൽ പാരാലിസിസ്, ബെൽസ് പാൽസി എന്ന് നമ്മൾ പറയാറുണ്ട്. അത് 7th ക്രേനിയൽ നെർവിന്റെ ഇഞ്ചുറി കൊണ്ടാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് 7th or 8th cervical or thoracic nerve root എന്നാണ് ചോദ്യം. കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം ഓപ്ഷൻ സി ക്ലംകീസ് പാൽസി ആണ്. Question number 74. Kangaroo mother care may be continued for low birth weight babies until baby has no sign of hypothermia, baby has regular breathing, baby gains weight around 2500 gram, baby has no sign of infection and take feeding.
അപ്പോൾ എന്താണ് കങ്കാരു മദർ കെയർ എന്ന് പറയുന്നത്? ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്ത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ബോണ്ടിങ് കൂട്ടുന്നതിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കങ്കാരു മദർ കെയർ. അപ്പോൾ ഇതിവിടെ കുഞ്ഞിനെ നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യുക? ഇൻ ബിറ്റ്വീൻ ദ ബ്രസ്റ്റ് ഓഫ് ദ മദർ വി വിൽ ബി പ്ലേസിങ് ദ ബേബി. ആൻഡ് ഇതെന്തിനെ സഹായിക്കുന്നു? കുഞ്ഞിനെ ഇൻഫെക്ഷൻസിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഉണ്ടാകാതിരിക്കാൻ, കുഞ്ഞിൻ്റെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിനൊക്കെ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് കങ്കാരു മദർ കെയർ. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ സി ബേബി ഗെയിൻസ് വെയിറ്റ് അറൌണ്ട് 2500 gram ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം. ക്ലിയർ? സോ അതേഴ്സ് യു ക്യാൻ omit. Question number 75. A child has breath holding spells. What advice you will give to the parents to manage the child? Give punishment to the child, protect and pamper the child, neglect the child during spells, be tolerant, calm and kind. ഓക്കെ, അപ്പോൾ കുട്ടികൾ സാധാരണഗതിയിൽ പിടിവാശി കാണിച്ചാൽ അമ്മമാരോടും അച്ഛന്മാരോടും നമ്മൾ പറയേണ്ടത് എന്താണ്? ജസ്റ്റ് ബി ടോളറേറ്റ്, കാം ആൻഡ് കൈൻഡ്. ഓക്കെ, നമ്മൾ അത് അവരുടെ ടെമ്പർ ടാൻഡ്രം ആണ്, അത് നമ്മൾ ജസ്റ്റ് നമ്മൾ കാമായിട്ടും ഡീൽ ചെയ്ത് വിടുക. ക്വസ്റ്റ്യൻ നമ്പർ 76. Which of the following is used for grading protein energy malnutrition? Is it Bellard scale, Goma scale, Bishop scoring, Kramer score? This is a very clear direct question, basic question. So here malnutrition, protein energy malnutrition assess ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗോമസ് ക്ലാസിഫിക്കേഷൻ ആണ്. മൈൽഡ്, മോഡറേറ്റ്, PM നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ഇനി ബെല്ലാർഡ് സ്കെയിൽ എന്തിനാണ്? ന്യൂറൽ മെച്യൂരിറ്റി അസസ് ചെയ്യാൻ ചെയ്യുന്നതാണ്. ന്യൂറോമസ്കുലർ മെച്യൂരിറ്റി അസസ് ചെയ്യാൻ ചെയ്യുന്ന ടെസ്റ്റാണ് ബെല്ലാർഡ് സ്കോർ. ഇനി ക്രാമേഴ്സ് ക്രൈറ്റീരിയ ജോണ്ടിസിന് നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിലാണ് ക്രാമേഴ്സ് സ്കോർ. ദെൻ ബിഷപ്പ് സ്കോർ ആണെങ്കിലോ ഇത് OB ലേബറിന്റെ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബിഷപ്പ് സ്കോർ. Question number 77. A patient who takes an antihistamine medication diphenhydramine, what would be the expected side effect of the drug? ഈ ഡ്രഗിന്റെ എക്സ്പെക്റ്റഡ് സൈഡ് എഫക്റ്റ് എന്താണ്? ഓപ്ഷൻ നെർവസ്നെസ്, പാൽപിറ്റേഷൻ, ഡ്രൈ മൗത്ത്, ട്രെമർ. ഇവിടെ എന്താ കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം? ഡ്രൈ മൗത്ത് ആണ് വരുന്ന ഉത്തരം. ഓക്കെ, ഡ്രൈ മൗത്ത് ഉണ്ടാവാം, അതുപോലെ തന്നെ പേഷ്യന്റിന് കോൺസ്റ്റിപ്പേഷനോ നോസിയോ ഒക്കെ ഫീൽ ചെയ്യാം. Question number 78. A patient who is taking beta blocker is monitored for shock. Which manifestation of the shock won't present to the such patient? അപ്പോൾ ഷോക്ക് ആണ് പേഷ്യന്റിന് സംഭവിച്ചിട്ടുണ്ടാവുക. എന്തായിരിക്കും പേഷ്യന്റിന് ഇല്ലാത്ത ഒരു മാനിഫെസ്റ്റേഷൻ? വോണ്ട് പ്രസന്റ് എന്നാണ് ചോദ്യം. ഇല്ലാത്തത് ഹൈപ്പോടെൻഷൻ, ഒളിഗ്യൂറിയ, ടക്കിക്കാർഡിയ, ഓൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ്. അറിയുക, നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയുകയാണ് ചെയ്യുക, കൂടുകയല്ല. അപ്പോൾ ഹാർട്ട് റേറ്റ് കുറഞ്ഞാൽ ബ്രാഡിക്കാർഡിയ എന്നാണ് പറയുക. സോ ഒമിറ്റ് ചെയ്യേണ്ടത് എന്താണ്? ടക്കിക്കാർഡിയാണ് പേഷ്യന്റ് കാണാത്തത്. ഓപ്ഷൻ 79. Which of the following statement is correct about malignant tumor? Malignant tumor stop dividing prematurely. Malignant tumor invades surrounding cells and tissue. Malignant tumor remains localized. Malignant tumor have defective cell communication. ഓക്കെ, അപ്പോൾ ഇത് ആൻസർ ചെയ്യണമെങ്കിൽ ഓൺകോളജി നമ്മൾ പഠിക്കുമ്പോൾ ബിനൈൻ ആൻഡ് മാലിഗ്നന്റ് ട്യൂമറിന്റെ ഡിഫറൻസ് എന്താണെന്ന് അറിയണം. നമുക്കറിഞ്ഞാലോ എന്താ ബിനൈൻ ആൻഡ് മാലിഗ്നന്റ് ട്യൂമർ? എങ്ങനെ നമുക്കതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം? ഇഫ് ഇറ്റ് ഈസ് എ ബിനൈൻ ട്യൂമർ, there the tumor won't spread out of the cell. സെല്ലിൻ്റെ അകത്ത് നിന്ന് പുറത്തു പോയിട്ടുണ്ടാവില്ല. Rate of cell differentiation will be low. Tumor will be confined in a local area and it do not metastasize to other part of the body. സെല്ലിൻ്റെ അകത്ത് തന്നെ അല്ലെങ്കിൽ സെല്ലുമായി ബന്ധപ്പെട്ട് തന്നെ നിൽക്കത്തുള്ളൂ, അതിൻ്റെ പുറത്തേക്ക് ഒരു സ്പ്രെഡ് ഉണ്ടാവില്ല. എന്നാൽ മാലിഗ്നന്റ് ട്യൂമർ നോക്കിക്കഴിഞ്ഞാൽ here it can spread. സെൽ ഡിവിഷൻ അൺകൺട്രോളബിളും അബ്നോർമലും ആയിട്ടായിരിക്കും നടക്കുക, എൻകാപ്സുലേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ സ്പ്രെഡ് എന്ന് പറയുന്നത് ഈവൻ ഇറ്റ് ക്യാൻ സ്പ്രെഡ് ഓവർ ദ ബ്ലഡ് സ്ട്രീംസ് ആൻഡ് ദ ലിംഫാറ്റിക് സിസ്റ്റം. സോ നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, മാലിഗ്നന്റ് ട്യൂമർ ഇൻവേർട്സ് ദ സറൗണ്ടിങ് സെൽസ് ആൻഡ് ദ ടിഷ്യൂസ്. മാസീവ് സ്പ്രെഡ് ആണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 80. ദ കോസ്റ്റ് എഫക്റ്റീവ് വേ ടു പ്രിവെന്റ് സ്പ്രെഡ് ഓഫ് മൈക്രോ ഓർഗാനിസം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്ത് ചെയ്താലാണ് നമുക്ക് മൈക്രോ ഓർഗാനിസത്തിന്റെ സ്പ്രെഡ് തടഞ്ഞു നിർത്താൻ സഹായിക്കുക? വിയറിംഗ് മാസ്ക്, വിയറിംഗ് ഗ്ലൗസ്, ഹാൻഡ് ഹൈജീൻ, വിയറിംഗ് ഗൗൺസ്. എന്തായിരിക്കും ആൻസർ? നിങ്ങൾക്കറിയാം അല്ലേ? ഓപ്ഷൻ സി, ഹാൻഡ് ഹൈജീൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹാൻഡ് ഹൈജീൻ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ടൈമിങ്സിന് അറിയണം. മെഡിക്കൽ ഹാൻഡ് വാഷിംഗ് എത്രയാണ്, സർജിക്കൽ ഹാൻഡ് വാഷിംഗ് എത്രയാണ്, മെഡിക്കൽ ഹാൻഡ് റബ്ബ് ആണെങ്കിൽ എത്രയാണ് ടൈം യൂസ് ചെയ്യുക.
ഇനി ഹാൻഡ് ഹൈജീൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ അവിടെ എന്താ സംഭവിക്കുക? ഇറ്റ് ഇസ് ഫ്രിക്ഷൻ. ആ ഫ്രിക്ഷൻ എന്ന പ്രോസസ്സിലൂടെയാണ് മൈക്രോ ഓർഗാനിസംസ് റിമൂവ് ആയി പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 81, പോണ്ടറൽ ഇൻഡെക്സ് ഓഫ് ടേം ജസ്റ്റേഷണൽ ഏജ് നോർമൽ നിയോനേറ്റ് ഈസ്. സോ എന്താണ് പോണ്ടറൽ ഇൻഡെക്സ്? മാൽന്യൂട്രീഷൻ തന്നെ അസസ് ചെയ്യുന്നതിനുള്ള മറ്റൊരു ഇൻഡെക്സ് ആണ് പോണ്ടറൽ ഇൻഡെക്സ്. സോ പോണ്ടറൽ ഇൻഡെക്സ് എബവ് 2.5 ആണെങ്കിൽ അത് നോർമൽ എന്നാണ് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ 2-നും 2.5-നും ഇടയ്ക്കാണെങ്കിൽ ബോർഡർ ലൈൻ PM എന്നാണ്. എന്നാൽ ലെസ് ദാൻ 2 ആണെങ്കിലോ സിവിയർ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ എന്നാണ് കണക്കാക്കുക. സോ നോർമൽ നിയോനേറ്റിന് എപ്പോഴും എത്രയായിരിക്കും? ഇറ്റ് ഈസ് മോർ ദാൻ 2.5. Question number 82, the immediate action taken by the first aider to rescue a victim of heat stroke. Heat stroke ആണ് പേഷ്യൻറ്റിന് വന്നത്. എന്താ നിങ്ങൾ ചെയ്യുക? ഓറൽ ഫ്ലൂയിഡ്സ് കൊടുക്കുമോ, fanning of victim, removing the victim from hot environment, spraying water over the victim. ഓക്കെ, അപ്പോൾ ഇവിടെ മോസ്റ്റ് പ്രയോറിറ്റി എന്ന് നോക്കുമ്പോൾ ഓപ്ഷൻ സി ആണ്, റിമൂവ് ദ വിക്ടിം ഫ്രം എ ഹോട്ട് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാകുന്ന അതേ സ്ഥലത്ത് തന്നെ കിടന്നിട്ട് നമ്മൾ കുറേ വെള്ളം കോരി ഒഴിച്ചാലോ അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിനെ കൊണ്ട് ഫാനിങ് കൊടുത്താലോ കാര്യമില്ല. ആദ്യം എന്ത് ചെയ്യണം? ആ പേഷ്യൻറ്റിനെ ആ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നിന്ന് മാറ്റി കിടത്തിയിട്ട് വേണം 1 by 1 ആയിട്ട് നമ്മുടെ ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 83, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോസ് ഓഫ് പെരിനീഷ്യസ് അനീമിയ, ബ്ലീഡിംഗ്, ക്രോണിക് ആൽക്കഹോളിസം, ലോങ് ടേം യൂസ് ഓഫ് സർട്ടൺ ആന്റിബയോട്ടിക്സ്, ലാക്ക് ഓഫ് ഇൻട്രിൻസിക് ഫാക്ടർ. ഇവിടെ പെരിനീഷ്യസ് അനീമിയ, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴാണ് പെരിനീഷ്യസ് അനീമിയ ഉണ്ടാവുക. അപ്പോൾ ഓപ്ഷൻ എ ബ്ലീഡിംഗ് ആണ്. ബ്ലീഡിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാകുമെന്ന് എക്സ്പെക്ട് ചെയ്യാം. എന്നാൽ ബാക്കി എല്ലാം തന്നെ പെരിനീഷ്യസ് അനീമിയയ്ക്ക് ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണമാണ്. അപ്പോൾ നമ്മുടെ ഷോർട്ട് വീഡിയോസ് ചെയ്തപ്പോൾ വൈറ്റമിൻ B12 ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങളത് കാണുക. അത് കാണുമ്പോൾ ഇതിൻ്റെ റീസൺ നിങ്ങൾക്ക് മനസ്സിലാവും. ക്വസ്റ്റ്യൻ നമ്പർ 84, വിച്ച് ഓഫ് ദ ഫോളോയിങ് സർജറി ലീഡ്സ് ടു ഡംപിംഗ് സിൻഡ്രോം? എഗെയിൻ എ സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. appendectomy, cholecystectomy, gastrectomy, sigmoidectomy. Option B is the correct answer. It is gastrectomy. ഇപ്പോൾ പെപ്റ്റിക് അൾസറുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന സർജറിയാണ് ഗ്യാസ്ട്രക്ടമി അല്ലെ. ബിൽറോത്ത് 1 and 2 എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ് എന്ത്? ഡംപിംഗ് സിൻഡ്രോം. അവിടെ എന്താ ചെയ്യുക? പെട്ടെന്ന് തന്നെ സ്റ്റൊമക് കണ്ടന്റ് ഇൻഡസ്റ്റൈനിലേക്ക് പോകുന്ന ഒരു കണ്ടീഷനെയാണ് ഡംപിംഗ് സിൻഡ്രോം എന്ന് പറയുക. ഡംപിംഗ് സിൻഡ്രോമിനെ കുറിച്ച് മാത്രം നമ്മളൊരു ചെറിയൊരു വീഡിയോ പ്രസന്റേഷൻ നമ്മുടെ ഫാക്കൽറ്റി മിസ്റ്റർ മൗര്യൻ സർ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് വാച്ച് ചെയ്യുക, അതിനെക്കുറിച്ച് പഠിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 85, വിച്ച് ഓഫ് ദ ലാബ് വാല്യൂ വുഡ് ദ നഴ്സ് ബി ഇവാലുവേറ്റ് ഫോർ എ പേഷ്യൻറ്റ് വിത്ത് പാങ്ക്രിയാറ്റൈറ്റിസ്? സീറം ലിപ്പേസ്, സീറം CPK, സീറം ALP, സീറം AST. സോ പാങ്ക്രിയാറ്റൈറ്റിസ്, അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസ് ആണ് പേഷ്യൻറ്റിനെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്ന 2 ഇൻവെസ്റ്റിഗേഷൻ ആണ്, സീറം അമൈലേസ് ആൻഡ് സീറം ലിപ്പേസ്. ഓക്കെ, സീറം അമൈലേസ് ആണ് കുറേ കൂടെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ. അതല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ നോക്കുന്നത് സീറം ലിപ്പേസ് ആണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻ എ സീറം ലിപ്പേസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. 86, ദ എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്ട് ഓഫ് ആന്റിസൈക്കോട്ടിക് ഏജൻസ് ആർ മാനേജ്ഡ് വിത്ത് ദ ഫോളോയിങ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ് എക്സെപ്റ്റ് ആണ് ചോദ്യം. ഡോപ്പമിനർജിക് ഏജൻസ്, കോളിനർജിക്സ്, ആന്റിഹിസ്റ്റമിൻസ്, ബാർബിറ്റുറേറ്റ്സ്. സോ ഇവിടെ എക്സെപ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ബാർബിറ്റുറേറ്റ്സ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം. സോ ആന്റിസൈക്കോട്ടിക് ഡ്രഗ്സ് ആണ് അല്ലേ. എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് ഉണ്ടാകുന്നത് ആന്റിസൈക്കോട്ടിക് ഡ്രഗ്സ് എടുക്കുമ്പോഴാണ്. അപ്പോൾ ഈ എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസിന് നമ്മൾ കൊടുക്കുന്ന എല്ലാ ഡോപ്പമിനേറ്റ് ഡ്രഗ് കൊടുക്കും, ആന്റി കോളിനർജിക്സ് കൊടുക്കാറുണ്ട്, ആന്റി ഹിസ്റ്റമിൻസ് കൊടുക്കാറുണ്ട്, എന്നാൽ ബാർബിറ്റുറേറ്റ്സ് കൊടുക്കാറില്ല. അപ്പോൾ ഏറ്റവും ഹൈ ആന്റി കോളിനർജിക് എഫക്റ്റ് ഉള്ള ഡ്രഗ് ആണ് ഏത്? ക്ലോസാപ്പിൻ. ലീസ്റ്റ് ഉള്ളത് റെസ്പിരിഡോൺ. Question number 87, which of the following one is a delusional disorder? Trans, Capgras syndrome, dissociative fugue and Gangster syndrome. So option B Capgras syndrome ആണ് ഒരു delusional disorder ആയിട്ട് നമ്മൾ കണക്കാക്കുക. Trans and dissociative both comes in dissociation and Gangster syndrome is something else. So question number 88, which one is a fact about person with suicidal tendency? Option A, suicide happened without warning. Once a person is suicidal, he or she is suicidal forever. Most suicidal patients are undecided about dying or living. Suicidal persons are fully intended on dying. Okay, so ഇവിടെ which one is a fact about the person with suicidal tendency എന്നുള്ളതാണ്.
ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം ഓപ്ഷൻ സി ആണ്. മിക്കപ്പോഴും സൂയിസൈഡ് നടക്കുന്നത് it is undecided. Okay, അപ്പോൾ ഡിപ്രസീവ് പേഷ്യൻസ്, ക്രോണിക് ഡിപ്രസീവ് പേഷ്യൻസിലാണ് നമുക്ക് സൂയിസൈഡ്, മേജർ ഡിപ്രഷൻ വിത്ത് സൂയിസൈഡൽ ഐഡിയേഷൻസ് ആണെന്നാണ് എപ്പോഴും പറയുക. സോ സൂയിസൈഡൽ ടെൻഡൻസി കൂടുതലുള്ളത് ഡിപ്രസീവ് കേസുകളിലാണ്. സോ ഇറ്റ് ഈസ് ജസ്റ്റ് അൺഡിസൈഡഡ്. Question number 89. Publication of a false statement about an individual made either verbally or in other form to the third person. ഒരാളെ കുറിച്ച് തെറ്റായിട്ടുള്ള ഒരു കാര്യം പ്രചരിപ്പിക്കുകയാണ്, അയാളുടെ റെപ്യൂട്ടേഷനെ മോശമാക്കുന്ന രീതിയിൽ പ്രചരിപ്പിച്ചാൽ അതിനെ ഡീഫാമേഷൻ എന്നാണ് പറയുക. Question number 90. Most frequent psychiatric disorder in puerperium. പ്യൂപ്പേറിയത്തിൽ ഉണ്ടാകുന്ന സൈക്കോട്ടി, അതായത് ഡെലിവറിക്ക് ശേഷം ഉള്ള 6 ആഴ്ച നമ്മൾ പ്യൂപ്പേറിയം എന്ന് പറയുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ഒരു മോസ്റ്റ് സൈക്യാട്രിക് ഡിസോർഡർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ആണ് കാണുക. Question number 91. Which of the following is used in the drug dependence to prevent relapse? Relapse prevent ചെയ്യാൻ നമ്മൾ കൊടുക്കുന്നത് ഏതാണ്? സോ റിലാപ്സ് പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ കൊടുക്കുക ഓപ്ഷൻ ബി നാൽട്രെക്സോൺ ആണ് കൊടുക്കുക. Question number 92. The most common psychiatric disorder after head injury. Head injuryക്ക് ശേഷം വരാൻ സാധ്യതയുള്ള സൈക്യാട്രിക് ഡിസോർഡർ ഏതാണ്? സോ ഇറ്റ് ഈസ് ഡിപ്രഷൻ. ഡിപ്രഷൻ ആണ് ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. Which of the following is not an element of management? മാനേജ്മെന്റിന്റെ എലമെന്റ് അല്ലാത്തത് ഏതാണ്? നമ്മൾ പോസ്റ്റ് കോർപ്പ് പഠിക്കും. മാനേജ്മെന്റ് നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെ നിങ്ങൾ പഠിക്കുന്ന ഒന്നാണ് പോസ്റ്റ് കോർപ്പ്. അതിലല്ലാത്തത് ഓപ്ഷൻ ഡി കമാൻഡിങ് ആണ്. Ability of an instrument to detect change or difference when they occur. ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടായാൽ തന്നെ ഇൻസ്ട്രുമെന്റ് അതിനെ ഡിറ്റക്ട് ചെയ്യുന്നതെങ്കിൽ അതിന് എന്തെന്നാണ് പറയുക? വാലിഡിറ്റി, റിലയബിലിറ്റി, ഒബ്ജക്ടിവിറ്റി, സെൻസിറ്റിവിറ്റി. സോ ഒരു ചെറിയ ചേഞ്ച് പോലും തിരിച്ചറിയാൻ സാധിക്കുന്നതിന് നമ്മൾ ഓപ്ഷൻ ഡി സെൻസിറ്റിവിറ്റി എന്നാണ് പറയുക. ബാക്കിയെല്ലാം നമ്മുടെ റിസർച്ചുമായി ബന്ധപ്പെട്ട് വരുന്ന ടെർമിനോളജീസ് ആണ്, നമുക്കത് അവിടെ ഡിസ്കസ് ചെയ്യാം. Question number 95. Which among the following is not a fact about evidence-based practice? Evidence-based practice അല്ലാത്ത ഒരു ടേം ഏതെന്നാണ്? Is used for best evidence to make decision about care and treatment, contribute to expand the knowledge based on profession, include patient preference and values, is another term for utilization of research finding. എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്ത് അതിൻ്റെ ബേസിസിൽ നമ്മൾ അതിനെ പ്രാക്ടീസിൻ്റെ ഭാഗമാക്കുന്നതിനെയാണ്. അതൊരിക്കലും തന്നെ ഒരു റിസർച്ച് ഫൈൻഡിങ്ങിൻ്റെ യൂട്ടിലൈസേഷൻ്റെ മറ്റൊരു പേരായിട്ടല്ല കരുതുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ വരുന്ന ആൻസർ. ബാക്കിയെല്ലാം തന്നെ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസിൽ വരുന്ന കാര്യങ്ങളാണ്. Question number 96. As per the triaging system, green color code refers to. Triaging നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റെഡ്, യെല്ലോ, ഗ്രീൻ, 3 കളേഴ്സ് ആണ് പറയുക. ബ്ലാക്കും പറയും, ഡെത്ത് ആണെങ്കിൽ ബ്ലാക്ക്. ഓക്കെ, സോ ഗ്രീൻ വരുന്നത് ഏതാണ്? ഇഞ്ചുറീസ് ആർ ലൈഫ് ത്രെട്ടനിങ് അബൌട്ട് സർവൈവബിൾ വിത്ത് മിനിമൽ ഇന്റർവെൻഷൻ. ഇഞ്ചുറീസ് ആർ മൈനർ ആൻഡ് ട്രീറ്റഡ് ക്യാൻ ബി ഡിലേ ഫോർ അവേഴ്സ് ടു ഡേയ്സ്. Injuries are extensive and chance of survival are unlikely even with care. Injuries are significant and require medical care but can wait for hours without threat to life. So option ബി ആണ് ഉത്തരം. ഇത് നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. മൈനർ ഇഞ്ചുറീസ് ആണ്, കുറച്ച് ട്രീറ്റ്മെന്റ് ഡിലേ ആയാലും കുഴപ്പമില്ലാത്തവയാണ്. നമ്മൾ ഗ്രീൻ, നമുക്ക് അവർക്ക് തന്നെ അവരുടെ ഒരു ഇൽനെസ് മാനേജ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനാണ് ഗ്രീനിൽ. എന്നാൽ എന്താണ് അർജന്റ് കെയർ ആണ് യെല്ലോയിൽ ഉൾപ്പെടുത്തുക. എമർജൻസി കെയർ ആണ് വേണ്ടുന്നതെങ്കിൽ അവരെ നമ്മൾ റെഡ് കാറ്റഗറിയിലാണ് ട്രയാജ് ചെയ്യുക. Question number 97. The audit which is conducted between 2 regular intervals. 2 regular intervalsiനിടയ്ക്ക് നടത്തുന്ന ഓഡിറ്റിനെ നമ്മുടെ ഇന്ററിം ഓഡിറ്റ് എന്നാണ് പറയുക. Question number 98. One nurse is assigned the responsibility for the case of each patient from admission to discharge. ഒരു കംപ്ലീറ്റ് പേഷ്യൻ്റെ കെയർ നമ്മൾ ഒരു നഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് എന്ത് പറയും? കേസ് മെത്തേഡ്, ഫങ്ഷണൽ നഴ്സിംഗ്, ടീം നഴ്സിംഗ്, പ്രൈമറി നഴ്സിംഗ്. സോ ഇറ്റ് ഈസ് കോൾഡ് പ്രൈമറി നഴ്സിംഗ്. ടീം നഴ്സിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ ഒരു പേഷ്യൻ്റെ കെയർ ഇൻവോൾവ് ചെയ്താൽ ടീം നഴ്സിംഗ് ആണ്. ഒരു പേഷ്യൻറ്റിനെ ഇൻ ഡീറ്റെയിലിംഗ് ആയിട്ട് എടുക്കുന്ന കേസിനെയാണ് കേസ് മെത്തേഡ് എന്ന് പറയുക. എന്നാൽ ഓരോ പ്രൊസീജിയർ ഓരോ നഴ്സ് വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഫങ്ഷണൽ മെത്തേഡ് എന്നാണ് പറയുക. സോ ഹിയർ ദ ആൻസർ ഈസ് പ്രൈമറി നഴ്സിംഗ്. Question number 99. Informal communication is known as. ഓക്കെ, ഒരു ഫോർമൽ അല്ലാത്ത ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അതിനെ എന്ത് പറയും? ഡയഗണൽ, ക്രോസ് വൈസ്, grapevine, horizontal communication. So it is called grapevine communication. Option C is the correct answer. Question number 100 and the last question.
truth telling about disease and its prognosis to terminally ill patient, such situation which ethical principles is followed by a nurse. അപ്പോൾ ടെല്ലിംഗ് ദ ട്രൂത്ത് എന്താ പറയുക? കോൺഫിഡൻഷ്യാലിറ്റി, ഫിഡിലിറ്റി, ജസ്റ്റിസ്, വെറാസിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ എത്തിക്കൽ പ്രിൻസിപ്പിൾസ്, 6 എത്തിക്കൽ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് അറിയണം. അതിലൊന്നാണ് വെറാസിറ്റി. അപ്പോൾ ടെല്ലിംഗ് ദ ട്രൂത്തിനെ നമ്മൾ എന്താ പറയുക? ഓപ്ഷൻ ഡി, വെറാസിറ്റി എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇറസ്പെക്റ്റീവ്ലി നമ്മൾ നീതി ന്യായം നടപ്പാക്കുകയാണെങ്കിൽ അതിനെ ജഡ്ജ്മെന്റ് എന്ന് പറയും. സോ നമ്മൾ ഒരു പ്രോമിസ് കൊടുത്തു അതിനെ പാലിക്കുകയാണെങ്കിൽ അതിനെ ഫിഡിലിറ്റി എന്ന് പറയും. കോൺഫിഡൻഷ്യാലിറ്റി, നമ്മളോട് ഇൻഫർമേഷൻ ഷെയർ ചെയ്തതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തതിനെ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയും. So more are there in the ethical principles that you have to learn in our theory classes. So now we have come up to the end of our discussion. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള 100 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് കരുതുന്നു. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റും ഫീഡ്ബാക്കും ഞങ്ങളെ അറിയിക്കുക, സഹകരിക്കുക. ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ അക്കാഡമിയിൽ വരിക. നല്ല നല്ല രീതിയിലുള്ള ക്ലാസ്സുകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. താങ്ക് യു.